ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഞാനിവിടെ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി, ഏകദേശം 2 ആഴ്ചയിലധികമായിട്ടുണ്ട്. കുറച്ച് തിരക്കായിപ്പോയി, അത് കാരണമാണ് ഇടാതിരുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെടി വിശേഷങ്ങൾ തന്നെയാണ്, ചെടികളുടെ വീഡിയോ തന്നെയാണ് നമ്മൾ ഇന്നും ഇടുന്നത്. നമ്മൾ കുറച്ച് മുന്നേ ടർട്ടിൽ വൈൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കുറച്ച് ടർട്ടിൽ വൈൻ നടന്ന അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നിപ്പോൾ ഇത്രയും വളർന്നു വലുതായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ടർട്ടിൽ വൈൻ്റെ പുതിയൊരു നടീൽ രീതി കാണിക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റു കുറേ ചെടികളും കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗാർഡനിലെ പുതിയൊരു പൂവാണ്. ബൾസത്തിൻ്റെ പുതിയൊരു വെറൈറ്റിയാണ്. ഇത് നേരത്തെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പുതുതായിട്ട് പൂത്ത് വന്നതാണ്. അതൊരു ബോട്ടിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതും ഒരു മരത്തിൽ തൂക്കിയിടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ദിവസവും നമ്മൾ 2 മണിക്കൂറെങ്കിലും ചെടികളുടെ കൂടെ സമയം ചെലവഴിക്കണം. കാരണം നമ്മളുടെ ചെടികളിൽ ഒക്കെ വളരെ നന്നായിട്ട് വളരുവാനും അതിന് ആവശ്യമായ വളം കൊടുക്കുവാനും അതുപോലെ തന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഒരുപാട് കളകളൊക്കെ ഉണ്ടാകും. അതൊക്കെ പറിച്ച് കളയണം. ടർട്ടിൽ വൈൻ്റെ ഒരു പുതിയ നടീൽ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ എല്ലാം പൂത്ത് നിൽക്കുകയാണ്. ടർട്ടിൽ വൈനൊക്കെ ഇവിടെ ഒരുപാട് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ കരിയിലകൾ വീണ് കിടക്കുകയാണ്. ഇപ്പോൾ കാറ്റും മഴയൊക്കെ ആണല്ലോ ഈയിടെയായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കരിയിലകളുണ്ട്. അത് ശരിക്കും പെറുക്കി കളയാൻ തന്നെ സമയം ഒരുപാട് എടുക്കുന്നുണ്ട് എനിക്ക്. അപ്പോൾ നമ്മുടെ ചെടികൾ ദിവസവും നമ്മൾ നല്ല രീതിയിൽ അതിനെ പരിപാലിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ വളരുകയുള്ളൂ. ഒരുപാട് ചെടികൾ നഷ്ടപ്പെടുന്നുണ്ട് ഈ മഴക്കാലമാകുമ്പോൾ. അതൊക്കെ നമ്മൾ കൂടെ നിന്നെങ്കിൽ മാത്രമേ അത് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരുപാട് ചെടികൾ ഈ മഴക്കാലത്ത് ഇത് പിഴുത് വീഴുന്നുണ്ട്. അതൊക്കെ നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയും അതിന് ആവശ്യമായ പരിചരണങ്ങൾ നമ്മൾ കൊടുക്കുകയും ഒക്കെ വേണം. അപ്പോൾ ചെടി ഉണ്ടെങ്കിൽ മുറ്റത്ത് നമുക്ക് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയും. ചെടികളുടെ കൂടെ ഒരുപാട് സമയം നമ്മൾ ചിലവഴിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ ചെടിക്ക് നല്ല ബലവും ഉണ്ടാകുന്നുണ്ട്. നല്ല മഴ പെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ. അപ്പം ഞാൻ കുറച്ച് റോസൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നല്ല പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നീട് ഇടാം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ടർട്ടിൽ വൈൻ ആണല്ലോ. അപ്പോൾ ഈ ടർട്ടിൽ വൈൻ കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ ഗ്രൗണ്ടിലാണ് നട്ട് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇത് പെട്ടെന്നാണ് തറയിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും നന്നായിട്ട് വളർന്നു വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ നട്ട് കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് തോന്നും ഇത് ഇവിടെ നടണ്ടായിരുന്നു, വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പം നമുക്കതൊരു പോർട്ടബിൾ ഗാർഡനായിട്ട്, അതായത് നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുവയ്ക്കാൻ സൗകര്യത്തിന് എങ്ങനെയാണ് ഈ ടർട്ടിൽ വൈൻ ആയാലും മറ്റു ചെടികളായാലും നട്ടുപിടിപ്പിക്കുന്നത്, അങ്ങനെ ഒരു രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അതായത് നമ്മൾ നട്ട് വളർന്ന് ഇതുപോലെ നിന്ന് കഴിയുമ്പോൾ വിചാരിക്കും ഇത് മറ്റൊരു ഭാഗത്തായിരുന്നെങ്കിൽ വളരെ ഭംഗിയായിരുന്നേനെന്ന്. അപ്പം അതിനനുസരിച്ചിട്ട് അത് എങ്ങനെയാണ് നമ്മളത് സെറ്റ് ചെയ്യേണ്ടുന്നത്, ഒരു ഗാർഡൻ സെറ്റിങ് അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്കത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെയാണ് അതിന് വേണ്ടി ഉള്ള സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഇവിടെ ചെടിച്ചട്ടികളിലായിരുന്നു കുറച്ച് ചെടികളിൽ നിന്ന് ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ആണ് ഇവിടേക്ക് ചെടി നടാൻ തുടങ്ങുന്നത്. അതായത് നമ്മുടെ ടർട്ടിൽ വൈന് ഇവിടേക്ക് നടുന്നതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ്, കറുത്ത ഷീറ്റ്, അതായത് മെറ്റിലൊക്കെ ഇടുമ്പോൾ നമ്മൾ അടിയിൽ വിരിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള എവിടെയാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ അവിടേക്ക് മുറിച്ചിട്ട് കൊടുക്കുക. അപ്പം ഇത് ഞാൻ ഇത്രയും ആണ് എനിക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാനൊരു കത്രിക കൊണ്ട് ഇതിനുള്ളിൽ കുറച്ച് ഹോളിട്ട് കൊടുക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിൽ മണ്ണ് നിരത്തിയിട്ടാണ് നമ്മൾ ചെടി നടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളമൊക്കെ വീഴുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക്കിൽ വെള്ളം വീണിട്ട് അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി അളിഞ്ഞു പോകും. അപ്പം താഴേക്ക് വെള്ളം വീഴാനും വേണ്ടിയാണ് അങ്ങനെ ഹോളിട്ട് കൊടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് മണ്ണും ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം. മണ്ണ് നമ്മൾ കുറച്ചിട്ട് കൊടുത്തു. ഇനിയും ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ആവശ്യമായ മണ്ണ് നമുക്ക് കൊണ്ടിട്ട് കൊടുക്കാം. മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ ഇതിപ്പോൾ പുതിയ മണ്ണാണ്, അതിനുള്ളിൽ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് ശരിക്കും നമ്മൾ മണ്ണൊരുക്കുമ്പോൾ കല്ല് വരാൻ പാടില്ല. കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക്
ഇനി നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഷീറ്റിൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഈ ഷീറ്റ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുത്ത് മാറ്റി മറ്റൊരു ഭാഗത്ത് കൊണ്ട് വയ്ക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതൊന്ന് ലെവലാക്കി നമുക്ക് കൊടുക്കാം. മണ്ണ് നന്നായിട്ട് ലെവലാക്കി. അപ്പോൾ നമുക്ക് കല്ലൊക്കെ ഉണ്ടെങ്കിൽ പെറുക്കി കളയണം. അതെടുത്തിട്ട് മാറ്റി കളഞ്ഞിട്ട് നല്ല ലെവലാക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചെടി നട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്ന ചെടികൾ, അതായത് നമ്മൾ ഒരു ബെഡ് പോലെ കണ്ടില്ലേ ഒരു ചെടി, ഞാനിതൊരു ചോക്ലേറ്റിൻ്റെ ഡബ്ബ ഉണ്ടായിരുന്നു. അതിനാണ് ഏത് ഡബ്ബ കണ്ടാലും ഞാൻ അതിലൊക്കെ ചെടി നട്ടു വയ്ക്കും. നമ്മൾ പാഴായിട്ടെടുത്ത് കളയുന്ന ഡബ്ബകളൊന്നും വെറുതെ കളയില്ല. അതിലൊക്കെയും എന്തെങ്കിലും ഒരു ചെടിയെങ്കിലും ഞാൻ നിറച്ച് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ 2-3 ചെറിയ തണ്ടുകൾ മുറിച്ച് വെച്ചപ്പോഴത്തേക്കും കണ്ടില്ലേ ഇത്രയും നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. അല്ല എങ്കിൽ നമ്മുടെ അടുത്ത് ഇത്രയൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ തണ്ടുകൾ മുറിച്ച് ഈ മണ്ണിന് മുകളിൽ വെച്ച് കൊടുത്താലും പെട്ടെന്ന് വളർന്നു കൊള്ളും. ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് എൻ്റെ അടുത്ത് കുറേ ടർട്ടിൽ വൈൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടർട്ടിൽ വൈൻ കാണിച്ചപ്പോൾ തണ്ടുകൾ മുറിച്ചിങ്ങനെ നടുന്ന രീതിയായിരുന്നു കാണിച്ചിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇനിയിപ്പം ഒരുപാട് ഭാഗത്തായിട്ട് ഇതുപോലെ ബോട്ടിലുകളിലും കമ്പുകളിലും ഒക്കെ ഉണ്ട്. വെറുതെ തറയിലൊക്കെ പറിച്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെയൊക്കെ നന്നായിട്ട് ഇത് കിളിച്ചു വന്നോളും. അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് ഞാനിപ്പോൾ ഇത് എടുത്തുകൊണ്ട് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് ബോട്ടിലിൽ തൂക്കിയിട്ടിരുന്നതാണ്. അതൊക്കെ ഇനി എടുത്തുകൊണ്ട് വന്ന് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതെല്ലാം കുഞ്ഞു ബോട്ടിലുകളായിരുന്നേ. നമ്മുടെ ചെറിയ വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ ഇല്ലേ, അതൊക്കെ മുറിച്ചിട്ട് അതിലൊക്കെ നട്ടുപിടിപ്പിച്ചതൊക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മുറ്റത്തെങ്ങും വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഞാനിത് വെറുതെ പറമ്പിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞതാണ്. അവിടെ നിന്ന് ഇപ്പോൾ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ അതെല്ലാം നമുക്കവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മണ്ണിട്ട ഭാഗത്ത് മുഴുവനും നമുക്ക് ടർട്ടിൽ വൈൻ വെച്ചതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് പൂർണ്ണമായിട്ട് ഞാൻ നട്ടുപിടിപ്പിച്ചതിന് ശേഷം രാത്രിയിൽ ഒരു മഴയൊക്കെ പെയ്തു. ഇപ്പം നല്ല മഴ വെള്ളമൊക്കെ വീണിട്ട് ഒരു നല്ലൊരു കുളിർമയുണ്ട് ഇതിന്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നോക്കാം. ഞാനിതിന് വേണ്ടിയിട്ടൊരു ചെറിയ കലം എടുത്തിട്ടുണ്ട്. ഇവിടെ അതിനൊരു ഹോളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ മണ്ണ് നിറച്ചിട്ട് ഇതിനുള്ളിലും ചെടി വയ്ക്കാനായിട്ടാണ്, ഇതിങ്ങനെ ഒന്ന് കമിഴ്ത്തി വയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയൊരു മറ്റൊരു ഡിസൈൻ കൊടുത്ത് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഈ ടർട്ടിൽ വൈൻ കണ്ടിട്ട് കുറച്ച് കൂട്ടുകാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി 1-2 തണ്ട് മുറിച്ച് തരുമോ എന്ന്. പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ദൂരെയുള്ളവരാണ് എന്നോട് ചോദിച്ചിട്ടുള്ളതൊക്കെ. അപ്പോൾ നമ്മളിനിയിപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാനാണ് നമ്മൾ ചെറിയൊരു മൺചട്ടി എടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് നമ്മളുടെ ഈ ചട്ടിയിൽ മണ്ണ് നിറച്ച് വെച്ചിരിക്കുന്നതാണ്. ഈ ചട്ടിയിൽ അതിലേക്ക് കുറച്ച് ചെടി ഇട്ട് കൊടുക്കുകയാണ്. 4 സൈഡിലും ഇട്ട് കൊടുത്തതിന് ശേഷം അത് വളർന്ന് താഴേക്ക് വന്നുകൊള്ളും തനിയെ. ഇനി ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് മറ്റേ ആ മൺചട്ടി വയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഹോളിട്ട് കൊടുത്തിരിക്കുന്ന ആ മൺചട്ടി ഇനി അതിന് മുകളിലേക്ക് ഞാൻ വയ്ക്കും. അല്പം വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ കമിഴ്ത്തി വയ്ക്കുകയാണ് ഇവിടെ ചട്ടി. ഇതിൽ ഒരു അരഭാഗം മണ്ണ് നിറച്ചിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ചട്ടിയിൽ വളർത്തിയെടുത്തിരിക്കുന്ന ടർട്ടിൽ വൈനും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഈ കലത്തിനുള്ളിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ അല്പം മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. കൂടുതൽ ഇടണ്ട, കുറച്ച് മതി. ഇനി ആ മണ്ണോട് തന്നെ അടിയിലുള്ള മണ്ണിനോട് ചേർന്ന് വേണം നമ്മൾ ഈ ചെടി വെച്ച് കൊടുക്കാൻ. എന്നിട്ട് മണ്ണിട്ടതിന് ശേഷം അല്പം വെള്ളവും നമുക്കിതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഇത് താഴേക്ക് നന്നായിട്ട് വളർന്ന് പന്തലിച്ച് താഴേക്ക് പടർന്ന് പന്തലിച്ച് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഇതിൽ വളമൊന്നും ചെയ്യേണ്ട, ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിതിലൊക്കെ നന്നായിട്ടൊന്ന് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, മഴക്കാലമായത് കാരണം മഴയൊക്കെ ഉണ്ട് നന്നായിട്ട്.
അപ്പം ഈ ചെടി നമ്മുടെ പൂർണ്ണമായിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മുടെ ടർട്ടിൽ വെയിൻ പ്ലാന്റ് കുറേ ഉണങ്ങിപ്പോയിട്ടുണ്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നത്. നേരത്തെയൊക്കെ ഞാൻ അത് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടികൾ ഒരുപാട് ഇപ്പോൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഉണങ്ങിയത് നേരത്തെ ഞാൻ എല്ലാം എടുത്ത് കളയുകയായിരുന്നു ചെയ്യാറുള്ളത്. പറമ്പിലേക്ക് വലിച്ചെറുക, അവിടെ കിടന്ന് വീണ്ടും അത് കിളിർക്കുന്നത് കണ്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയത്. അപ്പം ഈ മരത്തിൻ്റെ ചുവട്ടിൽ നോക്ക്, ഇപ്പം ചെടികളൊന്നുമില്ല. അവിടെ ഒന്ന് സെറ്റാക്കിയിട്ട് അവിടേക്ക് ഞാൻ ആ ഉണങ്ങിയ തണ്ടുകൾ എടുത്തിടാനാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഞാൻ തൂക്കിയിട്ടിരുന്ന ചട്ടികളാണ്. ഒരു 10 ചട്ടിയിലെ ചെടികളൊക്കെ ഉണങ്ങി. കാരണം അത് ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ ചെടികൾ. 6 അല്ല, 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതെല്ലാം ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണ് അതിൽ നിന്നും. ഇനി ഇതിലേക്ക് ഞാൻ ഈ ചട്ടികളിലൊക്കെ പുതിയ ചെടികൾ നട്ടുപിടിപ്പിക്കും. അപ്പോൾ ഈ ഉണങ്ങിയ ടർട്ടിൽ വെയിൻ ഞാൻ വിചാരിച്ചു ഇത് കളയുന്നില്ല, ഇത് നമ്മൾ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ശരിക്കും ഇത് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ലതായിട്ട് വളർന്ന് ഒരുപാട് ചെടി ഉണ്ടായിരിക്കും. കാരണം ഇതൊക്കെ ഞാൻ പറമ്പിൽ വലിച്ചെറിഞ്ഞതൊക്കെ അവിടെയൊക്കെ കിടന്ന് കിളിച്ചിട്ടുണ്ട്. അതുപോലെ ഇതും അങ്ങനെ തന്നെ ഉണ്ടാകും. അതിനാണ് ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണിട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം അതിലെ നല്ല ഇലകളെല്ലാം പൊട്ടി മുളച്ച് വരും. ഉണങ്ങിയതൊക്കെ അവിടെ കിടന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വീണ്ടും പോലെ തഴച്ച് വളർന്ന ഒരു ഗാർഡൻ നമുക്ക് പിന്നീട് കാണാം. ഇനി നമുക്ക് മറ്റൊരു ഗാർഡൻ സെറ്റിങ്ങും കൂടെ ഇവിടെ കാണാം. ഇത് വലിയൊരു കലമാണ്. കലമെടുത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളുകളായി. ഇത് വീട്ടിൽ ഉപയോഗിച്ചിരുന്ന വലിയൊരു കലമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തിട്ട് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പർപ്പിൾ കളറിലുള്ള ടർട്ടിൽ വൈനാണ്. ഇതും നമ്മൾ കാണുന്നുണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ഹാങ് ചെയ്തിട്ടിരിക്കുന്ന കുറേ ഉണ്ട് ചെടികൾ. അതിൽ നിന്ന് ഇപ്പം ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിനുള്ളിലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്ന ഈ ചെടി എടുത്തിട്ട് നമ്മുടെ കലത്തിനുള്ളിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. ചെറിയൊരു ചെടിച്ചട്ടിയിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട്. ഇനി ആ കലത്തിലേക്ക് ആ ചെടിച്ചട്ടി താഴ്ത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതും ഇപ്പോൾ ഏകദേശം ഒരു 6 മാസത്തിൽ കൂടുതലായി ഇതിപ്പോൾ ഈ തറയിൽ നട്ട് വളർത്തിയിരിക്കുന്ന പർപ്പിൾ ടർട്ടിൽ വൈന്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഗ്രോത്തായി വന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്ത് മഴവെള്ളം വീണ്, ഈ ഒരു ഭാഗം കണ്ടില്ലേ, കുറച്ച് മഴവെള്ളം വീണ് അത് ഒന്ന് ചെടികളൊക്കെ അളിഞ്ഞു പോയതാണ്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ നല്ല തിക്കായിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട്. ഇതും നമ്മൾ ആ ടർട്ടിൽ വൈൻ ചെയ്തതുപോലെ, ഗ്രീൻ ടർട്ടിൽ വൈൻ ചെയ്തതുപോലെ തന്നെയാണ് നട്ടുപിടിപ്പിച്ചത്. ഇതെല്ലാം നല്ല രീതിയിൽ ഇപ്പം ഗ്രോത്തായി വന്നിട്ടുണ്ട്. അത് ഒരു സൈഡിൽ നിന്ന് ഈ സൈഡ് വരെയും എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു ചെറിയ മൺചട്ടി വെച്ച് അതിനുള്ളിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഭാഗത്തും ഓരോ ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിലത് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊന്ന് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.